ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫഡിൽസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തേവലക്കര ദേവീക്ഷേത്രത്തിലേക്കാണ്. ദേവലോകക്കര എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പഴയ പേര്. ആ പേര് വരാൻ കാരണം ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ ഈ 3 വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ മകന് ഈ ദേവീക്ഷേത്രത്തിൽ ഒരു ഉരുൾ നേർച്ചയുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും മുൻപന്തിയിലാണ് തേവലക്കര ദേവീക്ഷേത്രം. കൊല്ലം ജില്ലയുടെ വടക്കു പടിഞ്ഞാറു ഭാഗത്താണ് ഓണാട്ടുകര കാർഷിക മേഖലയിലാണ് തേവലക്കര സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷിക്കുമ്പോൾ തേവലക്കര ദേവീക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉരുൾ നേർച്ച ശ്രദ്ധേയം. പതിനഞ്ചാം നൂറ്റാണ്ടിൽ തേവലക്കര ദേവീക്ഷേത്രത്തിൻ്റെ കാവൽ സംഘമായിരുന്ന ചാവേർ പോരാളികളിൽ നിന്നാണ് ഉരുൾ നേർച്ചയുടെ ആരംഭം എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ആയിരത്തി 544 ക്ഷേത്രത്തെ പറങ്കികൾ ആക്രമിച്ച് കൊള്ളയടിച്ചപ്പോൾ ക്ഷേത്രത്തിനും ദേശത്തിനുമുണ്ടായ പാപദോഷം പരിഹരിക്കുന്നതിനു വേണ്ടി ചാവേർ പടയാളികൾ വ്രതമെടുത്ത് ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണമായി മണ്ണിലുരുണ്ട് നേർച്ച നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തർ അത് ഏറ്റെടുത്ത് ഉരുൾ നേർച്ച തുടങ്ങുകയായിരുന്നു. നവരാത്രി കാലത്ത് പുലർച്ചെ 5 മുതൽ 9 വരെ ഉരുണ്ട് പ്രദക്ഷിണം വച്ച ശേഷം ക്ഷേത്രകുളത്തിൽ കുളിച്ച് ദേവിയെ പ്രാർത്ഥിച്ച ശേഷമാണ് മടങ്ങുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിലെ വേണാട്ട് രാജാവായ ചെമ്പകാദിത്യവർമ്മയുടെ ഒരേയൊരു കേരളീയ ശാസനമുള്ളത് ഈ ക്ഷേത്രത്തിലെ ബലിക്കല്ലിലാണെന്ന് ഡോക്ടർ സുരേഷ് മാധവ് പറയുന്നുണ്ട്. കായംകുളം രാജാവിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടിരുന്ന ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ചരിത്രത്തിൻ്റെ ഈടുവയ്പ്പുകളുണ്ട്. ആയുധക്കളരിയും സംഗീതക്കളരിയും ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ സംഗീത ആരാധന ഇപ്പോഴും മുടങ്ങാതെ നടന്നുവരുന്നു. ഇന്നിവിടെ നമ്മൾ ധാരാളം കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും ഉരുൾ നേർച്ചയ്ക്കായിട്ട് വന്നത് കണ്ടിരുന്നു. അവരോടൊപ്പം ആരോമലും ആ നേർച്ചയിൽ പങ്കെടുത്തു. ഒരുപാട് നേർച്ചയും വഴിപാടുകളും ഒക്കെ ചെയ്തിട്ട് കിട്ടിയതാണ് ആരോമലിനെ. ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ആരോമലിനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അന്ന് അമ്മ നേർന്ന നേർച്ചയാണ് ഉരുൾ നേർച്ച. അമ്മയുടെ നാട് തേവലക്കരയാണ്. തേവലക്കര ആയതുകൊണ്ട് അമ്മ അവിടുത്തെ ഭക്തയുമാണ്. ഉരുൾ നേർച്ച തുടങ്ങുന്നതിന് മുമ്പ് ക്ഷേത്രകുളത്തിൽ നല്ലതുപോലെ മുങ്ങി കുളിച്ചിട്ടാണ് ആദ്യം ആൽത്തറയ്ക്ക് ചുറ്റും ഒരു തവണ ഉരുണ്ടതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറുക.
അമ്പലത്തിലെ ശ്രീകോവിലിന് മുന്നിൽ നിന്നും തുടങ്ങുന്ന ഉരുൾച്ച ചുറ്റമ്പലം 3 തവണ പ്രദക്ഷിണം വെച്ചതിന് ശേഷം തിരുമേനി തീർത്ഥം തളിച്ചിട്ടാണ് ഉരുൾച്ച പൂർത്തിയാക്കുന്നത്. അതിനുശേഷം വീണ്ടും ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ചു വന്ന് ക്ഷേത്രത്തിലെ പ്രസാദമായ കഞ്ഞി സദ്യയും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.